Hello everyone, welcome you all for the last session of first module. In this topic we are going to discuss about bureau and other important person who are working in news bureaus. Okay, let's start. First one, news bureau. A news bureau is an office for gathering or distributing news. The term is often used to indicate geographic location. For example, Kozhikode Bureau refers to a given news operations office in കോഴിക്കോട്. ന്യൂസ് ഡെസ്കിനെ പറ്റിയിട്ടും ന്യൂസ് ഡെസ്കുകളിൽ ജോലി ചെയ്യുന്നവരെ പറ്റിയും നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ന്യൂസ് ബ്യൂറോ എന്ന് പറയുന്നത്. വാർത്തകളെ കളക്ട് ചെയ്തിട്ട് ന്യൂസ് ഡെസ്കുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടീസാണ് ന്യൂസ് ബ്യൂറോവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളും ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഇപ്പോൾ മനോരമ എക്സാമ്പിളായിട്ട് എടുക്കുക. മനോരമയുടെ ഹെഡ് ഓഫീസ് വരുന്നത് കോട്ടയത്താണ്. ഇപ്പോൾ നമുക്ക് കോഴിക്കോട് മനോരമ ഉണ്ട്. അപ്പം ഈ ഒരു ഓഫീസിനെ, കോഴിക്കോടുള്ള ഈ ഒരു ഓഫീസിനെ കോഴിക്കോട് ബ്യൂറോ, മനോരമയുടെ കോഴിക്കോട് ബ്യൂറോ ഓഫീസ് എന്നാണ് പറയുക. അതായത് ഒരു പെർട്ടിക്കുലർ ജിയോഗ്രാഫിക് ലൊക്കേഷനിൽ ഇപ്പം ഹെഡ് ഓഫീസ് മറ്റൊരു സ്ഥലത്തായിരിക്കും ഒരു ന്യൂസ് പേപ്പറിൻ്റെ. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വാർത്തകൾ കളക്ട് ചെയ്യണം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മറ്റ് ജില്ലകളിൽ ഓരോ ഓഫീസുകളുണ്ടാവും, ഓരോ പത്രങ്ങൾക്കും. ഈ ഓഫീസുകൾ സബ് ഓഫീസിന് പറയുന്ന പേരാണ് ന്യൂസ് ബ്യൂറോ എന്നുള്ളത്. ഓക്കെ, ആ സ്പെല്ലിംഗ് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് എല്ലാവർക്കും. ഒന്നും കൂടി ശ്രദ്ധിക്കുക. BUREAU, ബ്യൂറോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്യൂറോ ചീഫ്. A bureau chief is an experienced reporter or correspondent who holds a management position in a newsroom and is responsible for coordinating the efforts of the reporting staff to investigate and cover stories, often for dissemination to other media outlets. ബ്യൂറോ ചീഫ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ചീഫ് ഓഫ് എ ബ്യൂറോ. ആ ബ്യൂറോയുടെ എല്ലാം അല്ലെങ്കിൽ ഹെഡ് എന്ന്, അല്ലെങ്കിൽ ആ ബ്യൂറോയുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്നൊക്കെ നമുക്ക് ബ്യൂറോ ചീഫിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹം ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ ആയിരിക്കും. ഈ ഇദ്ദേഹത്തിൻ്റെ കോർഡിനേഷനിലായിരിക്കും ആ ബ്യൂറോയുടെ എല്ലാ ആക്ടിവിറ്റീസും ഡേ ടു ഡേ നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലാണ് ഒരു ന്യൂസ് ബ്യൂറോ ഉണ്ടാവുക. ആ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളും അവിടുത്തെ മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ, പത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസൊക്കെ കൺട്രോളും കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ ബ്യൂറോ ചീഫാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഡ്യൂട്ടീസ് ഓഫ് എ ന്യൂസ് ബ്യൂറോ ചീഫ്. Bureau chief coordinate and assign news coverage to reporters, photographers and other members of the news team. ന്യൂസ് ബ്യൂറോ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ മുഴുവൻ വാർത്തകളും അത് കോർഡിനേറ്റ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും, റിപ്പോർട്ടേഴ്സിന് ആ വാർത്തകൾ കളക്ട് ചെയ്യണമെന്ന് ഡ്യൂട്ടി അസൈൻ ചെയ്തു കൊടുക്കുന്നതും, അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് ഡ്യൂട്ടി അസൈൻ ചെയ്തു കൊടുക്കുന്നതൊക്കെ ബ്യൂറോ ചീഫാണ്. എ ബ്യൂറോ ചീഫ് മേ പെർഫോം മെനി ഓഫ് ദ സെയിം ടാസ്ക് ആസ് members of the reporting team. They investigate leads and tips, conduct interviews, research stories, update web content, meet publication or broadcast deadlines and report on newsworthy events. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്യൂറോ ചീഫ് എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ആയിരിക്കും. ഇദ്ദേഹത്തിന് ജസ്റ്റ് ഒരു റിപ്പോർട്ടിംഗ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, ഒരുപാട് റിപ്പോർട്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ തൻ്റെ ബ്യൂറോയുടെ പരിധിയിലുള്ള എല്ലാ ന്യൂസുകളുടെയും കൃത്യമായിട്ടുള്ള ഫോളോ അപ്സും അല്ലെങ്കിൽ സ്റ്റോറീസും ഇൻ്റർവ്യൂസും എല്ലാം, അതായത് വാർത്തകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ടേഴ്സിനെയും ഫോട്ടോഗ്രാഫേഴ്സിനെയും ഒക്കെ ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നതും എല്ലാം ബ്യൂറോ ചീഫാണ്. ന്യൂസ് ബ്യൂറോ ചീഫ്സ് യൂസ് ദെയർ ജഡ്ജ്മെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ടു സെറ്റ് ദ ന്യൂസ് അജണ്ട അക്കോർഡിംഗ് ടു പബ്ലിക്കേഷൻ, മെയിൻറ്റെയിൻ ജേർണലിസ്റ്റിക് ഇൻറ്റഗ്രിറ്റി, അക്യുറസി ആൻഡ് ഫെയർനെസ്. അജണ്ട സെറ്റിംഗ്, ന്യൂസ് അജണ്ട സെറ്റിംഗ് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഓരോ പത്രങ്ങൾക്കും ഓരോതായിട്ടുള്ള രീതികളും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ പത്രങ്ങളും വാർത്തകൾ ശേഖരിക്കുന്നത്, കളക്ട് ചെയ്യുന്നത്. അതായത് നോർമൽ ഒരു ആക്സിഡൻറ്റ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു നോർമലി സംഭവിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അതിൻ്റെ പുറമെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ്, ചില പത്രങ്ങളൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ, ഈവൻ കൂടുതലായിട്ട് പൊളിറ്റിക്സ് ആണ് അതിൽ കടന്നു വരിക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും
ഏതൊക്കെ വാർത്തകൾ വേണം, ഏതൊക്കെ വാർത്തകൾ വേണ്ട, അല്ലെങ്കിൽ ഏതൊക്കെ വാർത്തകൾ കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ റിപ്പോർട്ടേഴ്സിന് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ബ്യൂറോ ചീഫാണ്. കാരണം ആ പത്രത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് വാർത്തകൾ ശേഖരിക്കുന്നതും ഏതൊക്കെ പോയിന്റിൽ ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതും അതിനു വേണ്ടിയിട്ട് ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുന്നതും എല്ലാം ബ്യൂറോ ചീഫിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിന് മാത്രമേ ഉള്ളൂ ഒരു നല്ലൊരു ബ്യൂറോ ചീഫ് ആവാൻ പറ്റുള്ളൂ. അദ്ദേഹം ഒരു ജസ്റ്റ് ഒരു റിപ്പോർട്ടർ മാത്രമായിരിക്കരുത്, ഒരു ജേർണലിസ്റ്റ് മാത്രമായിരിക്കില്ല. ഒരു ന്യൂസ് ബ്യൂറോയുടെ എല്ലാ ഏരിയയിലും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്തിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യാനും ഏറ്റവും നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാനും ബ്യൂറോ ചീഫിന് എബിലിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ചീഫ് റിപ്പോർട്ടർ. Chief reporter plays a pivotal role in news reporting. He is in charge of all reporters in center of publication. Chief reporter is a commander of news hunting business. He holds discussion with the news editor regarding the coverage of the news. ഒരു ന്യൂസ് ബ്യൂറോയുടെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹെഡായിട്ട് വരുന്നത് ഓഫ് കോഴ്സ് ബ്യൂറോ ചീഫ് തന്നെയാണ്. അതിൻ്റെ തൊട്ട് താഴെ പൊസിഷൻ വൈസായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് തൊട്ട് താഴെ ചീഫ് റിപ്പോർട്ടേഴ്സിനാണ്. അതായത് ഒരു ന്യൂസ് ബ്യൂറോയിലെ മുഴുവൻ റിപ്പോർട്ടേഴ്സിനെ കമാൻഡ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആയിരിക്കും ചീഫ് റിപ്പോർട്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സബ് എഡിറ്റർ, സീനിയർ സബ് എഡിറ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടറാണ് എപ്പോഴും ചീഫ് റിപ്പോർട്ടർ. അതായത് ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ചെയ്ത് സെയിം പത്രത്തിൽ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടർ തൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സിനെ അവരെ കോർഡിനേറ്റ് ചെയ്യുന്നതും അവർക്ക് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്തു കൊടുക്കുന്നതും ഏതൊക്കെ സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള വാർത്തകൾ കവർ ചെയ്യണം എന്നുള്ളതൊക്കെ ഡിവൈഡ് ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ചീഫ് റിപ്പോർട്ടറാണ്. ചീഫ് റിപ്പോർട്ടേഴ്സിനെ കമാൻഡ് ചെയ്യുന്നത് ബ്യൂറോ ചീഫാണ്. അതായത് എൻറ്റയർ ആ ഒരു ബ്യൂറോ മൊത്തം കമാൻഡ് ചെയ്യുന്നത് ബ്യൂറോ ചീഫാണ്. റിപ്പോർട്ടേഴ്സിനെ തൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള മറ്റ് റിപ്പോർട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതും അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നതും ചീഫ് റിപ്പോർട്ടേഴ്സാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ മേജർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ചീഫ് റിപ്പോർട്ടർ. ആദ്യമേ പറയട്ടെ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഈ ടോപ്പിക്കുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അവരെല്ലാ ഡ്യൂട്ടീസും ഏകദേശം ചെയ്യണം. അതായത് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ റിപ്പോർട്ടേഴ്സും സബ് എഡിറ്റേഴ്സും ചെയ്യുന്ന ജോബിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഏരിയയുമായിട്ട് ജേർണലിസ്റ്റുകൾ കണക്റ്റ് ആയിരിക്കണം. അപ്പം ഇന്ന പൊസിഷനിൽ ഉള്ള ആൾ ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ തിയറിയും പ്രാക്ടിക്കൽ സൈഡും നമ്മൾ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. നമ്മളൊരു മീഡിയ വിസിറ്റിനൊക്കെ പോകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇന്ന സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ മാത്രമാണ് ഒരു നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ജേർണലിസ്റ്റുകൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് ഒന്നും ഒരിക്കലും നമുക്ക് അത് മാത്രമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു മീഡിയയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ജേർണലിസ്റ്റുകളും പല വിധം അങ്ങോട്ടും ഇങ്ങോട്ടും ജോബ് മാറി മാറി ചെയ്യുന്നവരാണ്. ഓക്കെ, എന്നാലും ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചീഫ് റിപ്പോർട്ടർ ആയിട്ടുള്ള നിൽക്കുമ്പോൾ ആ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഓഫ് കോഴ്സ്, ന്യൂസ് ഹണ്ടിങ്. Chief reporter allocates pre-expected, expected and unexpected news and makes plans for special coverage of news. നമുക്കറിയാം വാർത്തകൾ പല വിധമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചില വാർത്തകളുണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വാർത്തകളുണ്ടാവും. അപ്പോൾ ഏതൊക്കെ വാർത്തകൾ ഏതൊക്കെ സമയത്ത് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടി എല്ലാ റിപ്പോർട്ടേഴ്സിനെയും അവർക്ക് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സിനെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്തു കൊടുക്കുന്നത് ചീഫ് റിപ്പോർട്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള വാർത്തകളാണ്. ഒന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നടക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെ അതിൻ്റെ ഫോളോ അപ്സ് പിന്നീട് വരുന്ന പൊളിറ്റീഷ്യൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. ഓഫ് കോഴ്സ് അത് നമ്മൾ കവർ ചെയ്യാൻ ഡ്യൂട്ടീസ് അസൈൻ ചെയ്തു കൊടുക്കും. പിന്നെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഫ്ലഡ്, അതേപോലെ തന്നെ ആക്സിഡൻറ്റ്സ്, ഇതൊക്കെ അത്തരം തരത്തിലുള്ള വാർത്തകളാണ്. അപ്പം ഇതിന് തരത്തിലുള്ള അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സിനെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുന്നതൊക്കെ ചീഫ് റിപ്പോർട്ടറുടെ ഡ്യൂട്ടിയാണ്. ദെൻ നെക്സ്റ്റ് വൺ, ബീറ്റ് മാനേജ്മെൻറ്റ്. ബീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നു, അതിന് ശേഷമുള്ള ഫോളോ അപ്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പ്രതികരണമാണ് ബീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ന്യൂസ് വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട്
ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ, ഐ മീൻ നമ്മുടെ ഒരു ന്യൂസ് ബ്യൂറോനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഏരിയയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം നേരിട്ട് പോയി എടുക്കുന്നതിനെയാണ് ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിനെ അസൈൻ ചെയ്യുക എന്നുള്ളതും ചീഫ് റിപ്പോർട്ടറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. Chief reporter does the work of planning, organizing, staffing, directing and supervising since he the head of the reporting department. ഒരു വാർത്ത ഒരു റിപ്പോർട്ടർ ഏത് രീതി സമീപിക്കണം, എങ്ങനെ സമീപിക്കണം, ഇതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ്, ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ്, ഇതെല്ലാം റിപ്പോർട്ടേഴ്സിന് ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാം ഇതിൻ്റെ എല്ലാം ഡ്യൂട്ടി എന്ന് പറയുന്നത് ചീഫ് റിപ്പോർട്ടറുടേതാണ്. അവരായിരിക്കും അല്ലെങ്കിൽ അവരുടെ സീനിയോറിറ്റി അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിന് പറ്റിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സിനെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ന്യൂസ്, ചില ആളുകൾക്ക് ക്രൈം ന്യൂസിൽ വളരെ എഫിഷ്യൻ്റായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും, അങ്ങനെ ആ രീതിയിലുള്ള റിപ്പോർട്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അത്തരം തരത്തിലുള്ള വാർത്തകൾക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, ഡ്യൂട്ടി ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ ചീഫ് റിപ്പോർട്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. Next is special reporting. Special reporting such as depth reporting, investigative reporting, development reporting, crime reporting, court reporting, etc. ഒരു അപകടം നടന്നു, അതിൻ്റെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യണം, ഏതൊരു ജേർണലിസ്റ്റിനും പറ്റും, വളരെ എളുപ്പമാണ്. അത് എവിടെ സംഭവിച്ചു, ഏത് സമയത്ത് സംഭവിച്ചു, 5W1 ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഈ ഒരു ഫോർമാറ്റിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഏതൊരു റിപ്പോർട്ടറിനെ സംബന്ധിച്ച് പറ്റും. പക്ഷേ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയത്തെ നന്നായിട്ട് അവതരിപ്പിക്കാൻ ഒരു സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ടേഴ്സിന് സാധിക്കുള്ളൂ. അപ്പം ഓരോ സ്പെഷ്യലൈസ്ഡ് അവരുടെ ഏത് ഏരിയയിലാണോ ഓരോ റിപ്പോർട്ടേഴ്സും സ്പെഷ്യലായിട്ടുള്ള അവരുടെ സ്പെഷ്യാലിറ്റി, അവർ ഏത് ഏരിയയിലാണോ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ആ റിപ്പോർട്ടേഴ്സിനെ കണ്ടെത്തിയിട്ട് ഓരോ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസിഡൻറ്റ് നടക്കുമ്പം അവർക്ക് ആ ഡ്യൂട്ടിയെ ഇന്ന റിപ്പോർട്ടേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും എഫക്റ്റീവായി മാറും. അതിനെ റിപ്പോർട്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നതും ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നതും എല്ലാം ചീഫ് റിപ്പോർട്ടേഴ്സാണ്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് കോർട്ട് റിപ്പോർട്ടിംഗ്, ക്രൈം റിപ്പോർട്ടിംഗ്, ദെൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടിംഗ് എല്ലാം. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ കൂടുതലായിട്ട് സ്റ്റഡി ചെയ്ത് അതിനെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്ത് വാർത്തകളെ കൂടുതലായിട്ട് ആളുകൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള കണ്ടൻസ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ടേഴ്സിനെ തയ്യാറാക്കുക എന്നുള്ളതും എല്ലാം ചീഫ് റിപ്പോർട്ടറുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ദ നെക്സ്റ്റ് വൺ, വർക്കേഴ്സ് എ പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി, നിങ്ങൾ വാർത്തകൾ ഇപ്പോഴത്തെ വാർത്താ സമ്മേളനമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പല ആളുകളും PR വർക്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം എന്താണ് PR? പബ്ലിക് റിലേഷൻ എന്നുകൊണ്ടാണ് PR തന്നെ ഉദ്ദേശിക്കുന്നത്. അതായത് പബ്ലിക്കിൻ്റെ അറ്റൻഷൻ കൂടുതൽ കിട്ടുന്ന തരത്തിൽ കാര്യങ്ങളെ ചെയ്യുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് പബ്ലിക് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. സോ ഇവിടെ പബ്ലിക് റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓഡിയൻസാണ്, അതായത് വായനക്കാരനാണ്, റീഡേഴ്സിന് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിപ്പോർട്ടേഴ്സിനെ വാർത്തകൾ അത്തരം തരത്തിലുള്ള വാർത്തകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ടേഴ്സിനെ മാറ്റുന്നതും അല്ലെങ്കിൽ ഈ രീതിയിൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ന്യൂസ് റീഡേഴ്സിനെ അവർ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കണ്ടുകൊണ്ട് അത്തരം തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആ രീതിയിലേക്ക് മാറ്റുന്നതും എല്ലാം ചീഫ് റിപ്പോർട്ടേഴ്സും അവരുടെ ഡ്യൂട്ടീസും കൂടിയാണ്. ദ നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ വിത്ത് ചീഫ് ആൻഡ് എക്സിക്യൂട്ടീവ് എഡിറ്റർ. ഒരുപാട് വാർത്തകൾ നമ്മളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാലും ഒരു എഡിറ്റേഴ്സ് ആയിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് അത് റീഡേഴ്സിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല. അതായത് എഡിറ്റേഴ്സും റിപ്പോർട്ടേഴ്സും ഒരേപോലെ തന്നെ ഈക്വലായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണോ ഉദ്ദേശിച്ച വാർത്ത എന്നുള്ളത് കൃത്യമായിട്ടുള്ള റീഡേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നല്ലൊരു കോൺടാക്റ്റ് എപ്പോഴും ബ്യൂറോ ചീഫിന് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചീഫ് റിപ്പോർട്ടേഴ്സിനും ഉണ്ടായിരിക്കണം. കാരണം ചീഫ് റിപ്പോർട്ടേഴ്സാണ് റിപ്പോർട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ന്യൂസ് ഡെസ്കുമായിട്ട് ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണ് റിപ്പോർട്ടേഴ്സ് ഉദ്ദേശിച്ച വാർത്ത എന്നുള്ളത് കൃത്യമായിട്ട് എഡിറ്റേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പിന്നീട് റീഡേഴ്സിലേക്ക് നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ട് എത്തിക്കാനും പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ടു മൊബിലൈസ് റിപ്പോർട്ടേഴ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് വർക്ക് എന്നൊക്കെ പറയാം. അതായത് ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഓരോ റിപ്പോർട്ടേഴ്സിനും അവരുടെ സ്കിൽ അനുസരിച്ചിട്ട് ക്വാളിറ്റി അനുസരിച്ചിട്ട്.
Next one, comparative study of competitors. Chief reporter analyzes the works of the competitions and are fully aware of their activities. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കമ്പാരിസൺ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. കാരണം സിമിലർ ആയിട്ടുള്ള ഇപ്പം മനോരമയാണെങ്കിൽ മനോരമ, മാതൃഭൂമി, ഒരു എല്ലാ പത്രങ്ങളുടെ ഒരു കമ്പാരിസൺ നടത്തും. കാരണം ഏറ്റവും നമ്പർ 1 പൊസിഷനിൽ നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ റീഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഫാക്ട്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇത്തരം ട്രെൻഡുകളൊക്കെ മാറുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ രീതിയിൽ റിപ്പോർട്ടിങ്ങിന് സ്റ്റൈലുകൾ മാറ്റുക, അല്ലെങ്കിൽ ഡ്യൂട്ടീസിൻ്റെ ശൈലി മാറ്റുക, ഇതൊക്കെ അസൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടെത്തി റിപ്പോർട്ടേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കുന്നു എല്ലാം ചീഫ് റിപ്പോർട്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ദ നെക്സ്റ്റ് വൺ, ന്യൂസ് റിപ്പോർട്ടർ. ഒരുപാട് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റിപ്പോർട്ടേഴ്സും അവരുടെ റെസ്പോൺസിബിലിറ്റീസും ക്വാളിറ്റീസും ഡ്യൂട്ടീസും ഒക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് റിപ്പോർട്ടേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം റിപ്പോർട്ടർ എന്തുള്ളതാണെന്ന് എല്ലാവർക്കും നമുക്കറിയാം. ഒരു വാർത്തകൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ പത്രങ്ങളിലേക്ക് വാർത്തകൾ കളക്ട് ചെയ്യുന്ന ഒരാളെയാണ് റിപ്പോർട്ടർ എന്ന് പറയുന്നത്. ഇപ്പം ന്യൂസ് ബ്യൂറോനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ലൊക്കേഷനിലെ വാർത്തകൾ കളക്ട് ചെയ്യുന്നവരെ ലോക്കൽ റിപ്പോർട്ടേഴ്സ് എന്നാണ് പറയുക. പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ടേഴ്സ് ഉണ്ട്, അതായത് സ്പെഷ്യൽ സ്റ്റോറീസ് റിപ്പോർട്ട് ചെയ്യുന്നവരെ. പിന്നെ നാഷണൽ ഇൻ്റർനാഷണൽ റിപ്പോർട്ടേഴ്സ്, അങ്ങനെ പല രീതിയിലും റിപ്പോർട്ടേഴ്സിന് അവരുടെ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഏരിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ആ ഒരു ഏരിയയും കൂടിയും കണക്ട് ചെയ്തിട്ട് ഇന്ന റിപ്പോർട്ടർ എന്ന് പറയാം. So a reporter is a type of journalist who researches, writes and reports and information in order to present in sources, conduct interviews, engage in research and make reports. കണ്ടൻസ് അല്ലെങ്കിൽ സ്റ്റോറീസ്, വാർത്തകൾ ശേഖരിക്കുന്ന ഏത് വിധേനയും അല്ലേ, നമുക്കറിയാം റിപ്പോർട്ടേഴ്സ് പല രീതിയിലും വാർത്തകൾ കളക്ട് ചെയ്യും. ഈ രീതിയിൽ ഏത് രീതിയിലായാലും നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പറിനോ അല്ലെങ്കിൽ ഏതൊരു മീഡിയയ്ക്ക് വേണ്ടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ആളുകളെയാണ് റിപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ദർ ആർ ജനറലി 2 kind of reporters, ബീറ്റ് റിപ്പോർട്ടർ ആൻഡ് എ ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടർ. ബീറ്റ് റിപ്പോർട്ടർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു വിഷയത്തിൽ ഒരു നേരിട്ട് പോയിട്ട് അഭിപ്രായം ചെയ്ത് കളക്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി. അതായത് ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഈവൻ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നു ആ സ്ഥലത്ത് പോയിട്ട് നേരിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടേഴ്സിനെ നമുക്ക് ബീറ്റ് റിപ്പോർട്ടേഴ്സ് എന്ന് പറയാം. ദെൻ ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ ഏറ്റവും ഡീപ്പായിട്ട് പഠിച്ച് അതിന് റിസർച്ച് ചെയ്തിട്ട് അതിന് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടേഴ്സിനെ നമുക്ക് ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം റിപ്പോർട്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും അവരുടെ ക്വാളിറ്റീസും ഒക്കെ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം പഴയ പുസ്തകമൊക്കെ ഒന്ന് റെഫർ ചെയ്യുക എക്സാമിന്. അപ്പം ഇതൊക്കെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, കാരണം ഈ ജേർണലിസ്റ്റിനുള്ള എല്ലാവർക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ തിയറി പഠിക്കുമ്പം ഇത് മാത്രമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മൾ പ്രാക്ടിക്കലിൽ സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിയറി ആ രീതിയിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ടോപ്പിക് എന്താണെന്നുള്ള തെറോ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രിങ്ങർ. സ്ട്രിങ്ങർ ആർ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് who are paid for each piece of their work individually by a publication. സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഫ്രീലാൻസ് ജേർണലിസ്റ്റ്, അതായത് ഫ്രീലാൻസ് ജേർണലിസ്റ്റുകൾ എപ്പോഴും നമ്മൾ പോപ്പുലറായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ്. അതായത് ഒരിക്കലും ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിരിക്കില്ല, ഒരു ഓർഗനൈസേഷനിലും അവർ ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിരിക്കില്ല. ഈവൻ എന്തെങ്കിലും ഒരു വാർത്ത, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിപ്പോർട്ടേഴ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ന്യൂസ് ബ്യൂറോ ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഒരു സ്ട്രിങ്ങർ ഉണ്ടാവും. അതായത് ആ സ്ഥലത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയാവും. അത് ജേർണലിസ്റ്റ് ആയിക്കോളെന്ന് പോലും നിർബന്ധമില്ല. പക്ഷേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് സമീപിക്കേണ്ടി വരും. കാരണം അവരൊരിക്കലും ഒരു ഫുൾ ടൈം റിപ്പോർട്ടേഴ്സ് ആയിരിക്കില്ല. പക്ഷേ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അവരെ സമീപിക്കേണ്ടി വരും. സോ അവർ സ്ഥാപനത്തിൻ്റെ ഭാഗമായിരിക്കും, പക്ഷേ ഫുൾ ടൈം എംപ്ലോയീസ് ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ BBC അല്ലെങ്കിൽ റോയിറ്റേഴ്സ് പോലുള്ള ഇൻ്റർനാഷണൽ ന്യൂസ് ചാനൽസൊക്കെ അവർക്ക് എല്ലാ സ്ഥലത്തും ലോകത്തിൻ്റെ മുക്കും മൂലയിലും അവർ വാർത്തകൾ കളക്ട് ചെയ്യും. എങ്ങനെ? അവർക്ക് എല്ലാ സ്ഥലത്തും റിപ്പോർട്ടേഴ്സ് ഇല്ല, പക്ഷേ അവർക്ക് ഒരുപാട് സ്ട്രിങ്ങേഴ്സ് ഉണ്ടാവും. ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളായിട്ടുള്ള ഇത്തരം സ്ട്രിങ്ങേഴ്സാണ് അവർക്ക് വാർത്തകൾ എത്തിക്കുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള സോഴ്സ് ആയിരിക്കും. കാരണം നമുക്ക് മറ്റൊരാളെ സമീപിക്കേണ്ട, അവരുടെ കമ്പനിയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ അവർ കളക്ട് ചെയ്യുന്ന വാർത്തയ്ക്ക് മാത്രം കമ്പനി അല്ലെങ്കിൽ ന്യൂസ് ഓർഗനൈസേഷൻ പേ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ജേർണലിസ്റ്റൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് റിപ്പോർട്ടേഴ്സായിട്ട് നമുക്ക് എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ കഴിവുണ്ടെങ്കിൽ ചാനൽസൊക്കെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ജേർണലിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ സ്ട്രിങ്ങേഴ്സായിട്ട് വർക്ക് ചെയ്യാനൊക്കെ കഴിയും.
ദെൻ ലാസ്റ്റ് വൺ ഈസ് ഫോട്ടോ ജേർണലിസ്റ്റ്. എല്ലാവർക്കും അറിയാം, കോമൺലി ന്യൂസ് ഫോട്ടോഗ്രാഫേഴ്സ് തന്നെയാണ് ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ ഫോട്ടോസ് എടുക്കുന്ന പോലെയല്ല ന്യൂസ് ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ ജേർണലിസ്റ്റുകൾ ഫോട്ടോസ് എടുക്കുന്നത്. അവരെടുക്കുന്ന ഓരോ ഫോട്ടോസിനും ന്യൂസ് വാല്യൂ ഉണ്ടായിരിക്കണം. ചുമ്മാ ഒരു കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന പോലെയല്ല ഫോട്ടോ ജേർണലിസ്റ്റുകൾ ഫോട്ടോസ് എടുക്കാറില്ല. ആ ചിത്രം ഒരുപാട് സംസാരിക്കണം. ഇപ്പം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ, വളരെ ഒരു ചിത്രം കൊണ്ട് തന്നെ വലിയ രീതിയിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വികാസങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വേൾഡ് ഫേമസ് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള നിക്കൂട്ടിൻ്റെ ഒരു ചിത്രം നമ്മൾ ക്ലാസ്സിൽ അന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഒരു കുട്ടി ബോംബിടുമ്പം വളരെ നാക്ഡായിട്ട് പേടിച്ച് ഭയന്നോടുന്ന ഒരു ചിത്രം. അത് വളരെ ഭീകരമായിട്ടുള്ള യുദ്ധത്തിൻ്റെ അന്തരീക്ഷം പിന്നീട് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഒരു ചിത്രത്തിലൂടെ തന്നെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആ രീതിയിലേക്ക് സെൻസ് ചെയ്യാൻ ഫോട്ടോ ജേർണലിസ്റ്റുകൾക്ക് പറ്റണം. ഫോട്ടോ ജേർണലിസ്റ്റ് ആർ എക്സ്പേർട്സ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ന്യൂസ് വേർത്തി ഇവൻറ്റ്സ് ഇൻ എ ഫോട്ടോ ഫോർമാറ്റ്. ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന അല്ലെങ്കിൽ ന്യൂസ് ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന എല്ലാ ഫോട്ടോസിനും ഒരു ന്യൂസ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ന്യൂസ് എലമെൻറ്റ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനും കൂടിയാണ് ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ഒരു ചിത്രത്തിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള കാഴ്ചപ്പാടുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ക്യാമറയ്ക്ക് പകർത്താൻ പറ്റുന്നെങ്കിൽ നിങ്ങളൊരു നല്ല ഫോട്ടോ ജേർണലിസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പം ഒരുപാട് പോപ്പുലറായിട്ടുള്ള ഫോട്ടോ ജേർണലിസ്റ്റുകൾ നമുക്ക് മുന്നിലുണ്ട്. അവരുടെ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ കോളേജൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് നമുക്ക് കാണാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. സോ ക്ലാസ്സുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ന്യൂസ് ബ്യൂറോയും അതിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. സോ നന്നായിട്ട് മനസ്സിലാക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാണ്. ടോപ്പിക്ക് കംപ്ലീറ്റ് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. പിന്നീട് നല്ലൊരു ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ക്ലാസ്സുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.